ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ വന്നിട്ടുള്ളത് ജസ്ന സലീമിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു വെറൈറ്റി മീഡിയ എന്നില്ലേ, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരികയെ. നമുക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും എന്തെന്ന് ചോദിച്ചാൽ, ഇതുവരെ ജസ്ന സലീം തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ജസ്ന സലീമിന് മതമില്ല. ഇനി ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. ഇനി ഒരു തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോൾ തട്ടമിട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി വരൂല. ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം, അല്ലെ നിനക്ക് ഏതാണ് മതം, അല്ലെ നിനക്ക് മരിക്കണ്ടേ, നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്ത് അല്ലെ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത്. അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഒരു മതത്തിൻ്റെ പേരിൽ ഇപ്പം നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി. ഇനി നിങ്ങളത് മാറ്റി പറയണം, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന്. അപ്പോൾ അവള് പറഞ്ഞു കേട്ടില്ലേ, അവള് തട്ട വെച്ച് മുസ്ലിമും അല്ല എന്തുമല്ല അങ്ങനെയൊക്കെ കേട്ടോ പറയുന്നത്. അപ്പോൾ അവർക്ക് തട്ട അയച്ച് എഴുതിയിട്ട് അവർക്ക് ആർക്കപ്പോൾ അത്ര വലിയ പ്രശ്നമല്ലേ, അവൾ അയച്ചേക്ക്. അപ്പോൾ കമൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കമൻറ്റിൽ വരുന്നത് അവളതിന് എപ്പോഴാണ് തട്ടടയിൽ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തട്ടിടും അങ്ങനെയൊക്കെയാണല്ലേ. അപ്പോൾ അവൾക്ക് തട്ട വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഇസ്ലാം മുസ്ലിം അല്ലാതാവും കാര്യങ്ങളൊന്നുമില്ല. അത് തട്ട ഇട്ടേത് ഒരാൾ മുസ്ലിം ആവും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. അപ്പോൾ എന്തായാലും അവളെ വിചാരം തട്ടം കഴിച്ച് ചെയ്യാൻ ഇസ്ലാമിന്ന് പോയി മുസ്ലിമായി എന്തുമായി അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും അവൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് സുബഹി നിസ്കാരിച്ചിട്ടാണ് നമ്മൾ പാല് കാച്ചണമെന്നൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ചിരി വരുമ്പോൾ മതം മാറി ചെയ്ത് സുബഹി നിസ്കരിച്ചിട്ട് പാല് കാച്ചണമെന്ന് പറയുന്നതെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അവളല്ല, അവളെ ഉമ്മ സുബഹി നിസ്കരിച്ചിട്ട് പാല് കാച്ചിന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവൾ അല്ലെങ്കിലും കൃഷ്ണൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വരച്ചിട്ടാണ് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ 250 ഫോട്ടോ ഫ്രെയിമൊക്കെ വരച്ച് കണ്ട് അവർ വീട് വെച്ചെന്നാട്ടൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരുവിധം വീഡിയോസ് അവരിത് കണ്ടിട്ടുണ്ടായില്ലേ, കാണലേ ഇല്ല കേട്ടോ. ഞാനിപ്പോൾ അത് ഈ വീഡിയോ എന്തെന്ന് അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ള വീഡിയോ കൂടി കണ്ടു നോക്കിയേ. എൻ്റെ ഇപ്പോഴത്തെ ഞാൻ വെച്ച വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറയാച്ചാൽ കണ്ണൻ അവകാശപ്പെട്ട, അല്ലേ കണ്ണനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ടൊരു വീഡിയോ എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഏകദേശം ഒരു 400 ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എനിക്ക് വീട് വെക്കാമെന്നായിരുന്നു കരുതിയത്. ഞാനൊരു 10 ലക്ഷം രൂപയുടെ വീടായിരുന്നു പ്ലാൻ ഇട്ടുള്ളത്. പക്ഷേ 982 സ്ക്വയർ ഫീറ്റ് എങ്ങാനും, അത്ര 1000-ൻ്റെ ഉള്ളിലേ ഉള്ളൂ സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഏകദേശം 16 ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ 750 ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചെടുത്തത്. അപ്പോൾ 750 കണ്ണനെ വരച്ചാൽ 16 ലക്ഷം കിട്ടുമോ? എനിക്കൊരു ഫോട്ടോക്ക് എന്ന് വെച്ചാൽ ഞാൻ 5000 രൂപയാണ് മേടിക്കുന്നത്. അതിൽ 2500 രൂപ എനിക്ക് ചിലവ് വരുന്നുണ്ട്. 2500 രൂപ ഒരു ഫോട്ടോ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ 4 ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരേ ദിവസം 4-5 ഫോട്ടോ ഒരുമിച്ച് ചെയ്യും. കാരണം എനിക്കൊരു ഫോട്ടോക്ക് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാനുള്ളതേ ഉണ്ടാവും, ബാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അപ്പം ഞാൻ 4-5 ഫോട്ടോസ് വെച്ച് വരച്ച് ശരിക്കും വരച്ചാൽ ഞാൻ ഉറക്കൊഴിഞ്ഞ് വരച്ച് ഞാൻ വീട് പണി തുടങ്ങിയിട്ട് 8 മാസമായിട്ട് കുറ്റി അടിച്ച് ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം വീട് പണി തുടങ്ങി ഒരു 8 മാസങ്ങൾ. അപ്പോൾ ആങ്കർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ മരണം നമുക്ക് എന്തായാലും ഉണ്ടാവില്ല, ഒന്നോ നാളായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ എവിടെ കൊണ്ടുപോയി ഖബറടക്കും, എവിടെ അടക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്ന മറുപടിയാണ് കേട്ടോ, അതൊന്ന് കേട്ടോക്കിയേ. അല്ല, ഞാൻ പൊതുവേ എൻ്റെ ഉമ്മാനോടും വാപ്പാനോടും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഇവിടെ ഖബറടക്കണം എന്ന് മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചിത്രവര തുടങ്ങി അന്ന് തൊട്ടിട്ട് കളിയാക്കുന്നൊരു വാക്കുണ്ട്, ജെസ്സിയെ, അവർ ജെസ്സിയെ നട്ടോ വിളിക്കുക,
ജെസ്സിയെ, നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നമുക്ക് രണ്ടാൾക്കുള്ള ഒരു കുറച്ച് സ്ഥലം ഇങ്ങ് മാറ്റി വെച്ചോ. നമ്മളിവിടെ ആയിരിക്കും കേട്ടോ അന്തി ഉറങ്ങാന്ന് പറഞ്ഞിട്ട്. പള്ളിക്കാട്ടിലാണെങ്കിലും വീടിൻ്റെ ബാക്കിലാണെങ്കിലും മണ്ണ് എല്ലാം ഒന്നല്ലേ. പള്ളിക്കാട്ട് കയറ്റിയില്ലേ വീടിൻ്റെ ബാക്കിൽ, അത്രയേ ഉള്ളൂ. ഞാൻ പൊട്ട് തൊട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ഇനി പൊട്ട് കുത്തല്ലേ വാപ്പാനെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ പുറത്താക്കണേ, വീടിൻ്റെ ബാക്ക് സ്ഥലം ഉണ്ടല്ലോ. എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിലാണ് കിടക്കുന്നത്. അത് പള്ളിയുടെ ഒരു പരിസരത്തായതുകൊണ്ട് പള്ളിക്കാട് എന്ന് പറയുന്നു നമ്മൾ. അപ്പം നമുക്ക് പള്ളിക്കാട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടില്ലേ. മണ്ണിൽ ഏതായാലും കത്തിക്കാൻ പോകുന്നില്ല. അപ്പോൾ അവളെ കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ അതാണ് കേട്ടോ, മരണപ്പെട്ടാലും അവർക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ പള്ളിക്കാട്ടിക്കൊന്നും കൊണ്ടുണ്ട, എല്ലാവരും ആരുടെയും മണ്ണിൽ തന്നെയല്ലേ, എല്ലാവരും മണ്ണിൽ തന്നെ അടക്കണത് എന്നൊക്കെ എന്നിട്ട് അവൾ അവകാശം പറയുന്നത്. അപ്പോൾ അവളെ വീടിൻ്റെ ഒരു കുറേ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ ഒരു സൈഡിൽ അടക്കിയാൽ മതി എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ ഫേമസ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പടം വരച്ച്, കൃഷ്ണന് പടം വരച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോയി കൊടുക്കലും എല്ലാവർക്കും. പിന്നെ അതേമാതിരി തന്നെ മോദി സാറിനും സുരേഷ് ഗോപി സാറിനും എല്ലാവർക്കും കൊടുക്കൽ, അങ്ങനെ ഇങ്ങനെ അവൾ ഫേമസ് ആയിട്ടില്ല കേട്ടോ. പിന്നെ അവൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ കുറേ കരഞ്ഞിട്ടിടും, കുറേ കൈ മുറിച്ച് ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടും. അങ്ങനെ കുറേ കാര്യങ്ങളും ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മുസ്ലിമോ ഹിന്ദുവോ എങ്ങനെയായാലും അവൾ ജീവിക്കട്ടെ. അപ്പോൾ എല്ലാവരും കമൻറ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവൾ ഇത് ഈ മതത്തിൽ നിന്ന് പോയല്ലോ എന്നെ വലിയ കിട്ടലെന്നൊക്കെ, അങ്ങനെ ഇനി അവർ സഹിക്കട്ടെ, മറ്റേ മതക്കാർ സഹിക്കട്ടെ, അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൾ പറയുന്നത്. പിന്നെ അവൾക്ക് മതമില്ല, ഒന്നുമില്ല, തട്ടല്ല, അങ്ങനെ ഇനി ഏത് മത, ഏത് ജാതിയ, ഏത് ഷാള തട്ടടാത്ത എടുക്കണമെന്നൊന്നും ചോദിച്ചാലും വരണ്ടെന്നും കൂടിയാണ് അവൾ പ്രത്യേകം പറഞ്ഞിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ആരും അത് ചോദിച്ചിട്ടൊന്നും അങ്ങോട്ട് പോകണ്ട കേട്ടോ. കമൻറ്റിൽ വരുന്നില്ലത് അവൾക്ക് പ്രത്യേകം അറിയാം. അപ്പോൾ ആദ്യം മുൻകൂട്ടിയെ പറഞ്ഞിട്ടതാണ് കേട്ടോ. വെറൈറ്റി മീഡിയൻ്റെ മുന്നിൽ വെച്ചിട്ട് പിന്നെ ആരും ചെല്ലൂലല്ലോ അവൾ വീഡിയോസ് ഇടുമ്പോൾ, അങ്ങനെ പറഞ്ഞിട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തെല്ലാം കാണണമെന്നല്ലേ നമ്മുടെ നാട്ടിൽ, എന്തെല്ലാം കാണണം. ഇപ്പോൾ സജിയാണല്ലോ അപ്പോൾ കൂടുതലായിട്ട് നിറഞ്ഞു നിൽക്കണതും അവരെ കുറേ തെറിയും കാര്യങ്ങളും അതും കേൾക്കണം എല്ലാം പാടായിട്ട് പിന്നെ യൂട്യൂബ് നിറഞ്ഞു നിൽക്കുകയാണല്ലേ ഇവർ രണ്ടുപേരും. അപ്പോൾ അത് അത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനോട് അടിച്ച് ഓളൊന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.